എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. ആൻഡ് ഡബിൾ സർക്കുലേഷൻ നമ്മളുടെ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അതിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ എക്സാമിന് വരുന്നതാണ്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഡബിൾ സർക്കുലേഷനാണ്. ആൻഡ് ഇന്നത്തെ ലൈവ് എൻ്റെ മക്കളെ മിസ് ചെയ്യാതിരിക്കുക, കാരണം ഇന്ന് വൈകിട്ടത്തെ ലൈവിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇരട്ട പര്യയനം? ഓക്കെ, നമ്മളെന്താ പറയുക? ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇരട്ട പര്യയനം, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ദ്വിപര്യയനം എന്നുകൂടി പറയാം. സോ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു കാർഡിയാക് സൈക്കിൾ, ഓക്കെ, ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിലൂടെ 2 തവണ ബ്ലഡ് കടന്നു പോകും. ഓക്കെ, ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടൈംസ് നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് കടന്നു പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇരട്ട പര്യയനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഇരട്ട പര്യയനം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സർക്കുലേഷൻ ഉണ്ടാവണമല്ലോ, 2 പര്യയനം ഉണ്ടാവണമല്ലോ. അതിലൊന്നാണ് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യയനം. രണ്ടാമത്തേതാണ് പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യയനം. ഇങ്ങനെ 2 സർക്കുലേഷനാണുള്ളത്. ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷൻ, മറ്റേത് പൾമണറി സർക്കുലേഷൻ. അപ്പോൾ സിസ്റ്റമിക് എന്ന് പറയുന്ന വാക്ക് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഓക്കെ, സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബോഡി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് പോകുന്ന ആ ഒരു പാത്വേ ആണ്. ആൻഡ് പൾമണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ്, ശ്വാസകോശം എന്നുള്ളൊരു മീനിങ് ആണ്. റെഡി? ഇത്രയും ഐഡിയ ഉണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഡയഗ്രത്തിലൂടെ നമുക്കിത് പഠിക്കാം. അപ്പോൾ ആദ്യം മിസ് ഇവിടെ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. റെഡി? ഒരു സ്ക്വയർ. അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ് ആണ് എന്ന് കരുതാം. റെഡി? നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ് ആണ് ഈ സ്ക്വയർ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഹാർട്ടിന് എത്രയുണ്ട്? ഹൃദയത്തിന് 4 അറകളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ? റൈറ്റ് ഏട്രിയം, വലത് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. റെഡി? ഇനി ഈ സൈഡ് ഡീഓക്സിജനേറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്തിനാണ്? അവിടെ നിന്നാണ് ലങ്സിലേക്ക് പോവുക അല്ലേ, നമുക്ക് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ രക്തം ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് കരുതുക? ഇവിടെ ഉണ്ടെന്ന് കരുതുക, റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ എപ്പോഴും പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻട്രിക്കിൾ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അല്ല, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ രക്തക്കുഴൽ പോവുകയാണ് എങ്ങോട്ടേക്ക്? നമ്മുടെ ലങ്സിലേക്ക്. അപ്പം നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ വലത് വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്ന ഈ രക്തക്കുഴലാണ് ഇത് നമ്മുടെ പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ശ്വാസകോശധമനി. ശ്വാസകോശധമനി. അപ്പോൾ ശ്വാസകോശധമനി എന്ന് പറയുമ്പോൾ തന്നെ ശ്വാസകോശം അവിടെ ഉണ്ട്. പൾമണറി എന്ന് പറയുമ്പോൾ തന്നെ ലങ്സ് അവിടെയുണ്ട്. നേരെ നമ്മുടെ എങ്ങോട്ടേക്ക് പോവാണ്? നമ്മുടെ ലങ്സ്. നമ്മുടെ ലങ്സിൽ നമ്മുടെ ആൽവിയോളായി. മിസ് ലങ്സിന് തന്നെ വരയ്ക്കാം. ഓക്കെ, ലങ്സിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് ആണ്. ഇവിടെ നിന്ന് ഓക്സിജനും കിട്ടി തിരികെ എങ്ങോട്ടേക്ക് വരികയാണ്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയത്തിലേക്ക് വരികയാണ്. അപ്പം ഈ വരുന്നത് നമ്മുടെ പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിരയാണ്. ശ്വാസകോശ സിര. അപ്പോൾ ഇത് ശ്വാസകോശത്തിലേക്ക് പോയി ശ്വാസകോശത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഓക്കെ, ഈ സർക്കുലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ പൾമണറി പര്യയനം. പൾമണറി പര്യയനം അല്ലെ പൾമണറി സർക്കുലേഷൻ. റൈറ്റ് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ശ്വാസകോശ ധമനി അല്ലെ പൾമണറി ആർട്ടറി ലങ്സിൽ കൊണ്ടുപോയി പൾമണറി വെയിൻ അതിനെ തിരിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെയാണ് മക്കളെ ഉള്ളത്? ലെഫ്റ്റ് ഏട്രിയം. അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വീഴുമല്ലോ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജൻ ഉള്ള ബ്ലഡ് ആര് കൊണ്ടുപോവുകയാണ്? നമ്മളുടെ അയോട്ട. ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് അയോട്ട അല്ലെങ്കിൽ മഹാധമനിയാണ്. അപ്പോൾ നമ്മുടെ അയോട്ട അല്ലെങ്കിൽ മഹാധമനി എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും. അവിടെ നിന്ന് തിരികെ കിട്ടൽ എന്താണ്? നമുക്ക് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? തിരികെ കിട്ടുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തവും കൊണ്ട് എവിടേക്ക് വരികയാണ്? റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്ന ആളാണ് നമ്മളുടെ വീന കാവ
അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മഹാസിര. സുപ്പീരിയർ വീനാ കാവയുണ്ട്, ഇൻഫീരിയർ വീനാ കാവയുണ്ട്. കഴിഞ്ഞു. ഈ സർക്കുലേഷനാണ് നമ്മൾ എന്ത് പറയുക, നമ്മളുടെ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് പര്യനം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ മക്കളെ. ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ട് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് എവിടുന്ന് തുടങ്ങുന്നു എവിടുന്ന് അവസാനിക്കുന്നു എന്നുള്ളത് ക്ലിയർ ആണ്. റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു പൾമണറി സർക്കുലേഷൻ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിച്ചു സിസ്റ്റമിക് സർക്കുലേഷൻ. ഫ്ലോ ചാർട്ട് സെറ്റായോ? ഓക്കെ, റെഡി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹാർട്ടിലെ ആ ഒരു ഡബിൾ സർക്കുലേഷൻ. ക്ലിയർ ആയെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നത്തെ ലൈവ് മറക്കാതിരിക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്.